സയൻസ് ഗാർഡനുമായിട്ട് ഈ ഒരു ഡിസ്റ്റൻസിലായിട്ടാണ് ഉള്ളത്. ആ ഗേറ്റ് കാണുന്നത് തന്നെയാണ് സയൻസ് ഗാർഡൻ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമായിട്ടാ നമുക്കിതിനകത്ത് കുറച്ച് തെങ്ങും അതേപോലെ വാഴയും കവുങ്ങും ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്ലാന്റുകളൊക്കെ ആയിട്ടാ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ചിങ്ങനെ പച്ചക്കറികളും നട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ആദ്യം വിത്ത് പാകിയത് പയറാണ്. അപ്പോൾ ഇപ്പോൾ അത് ഒരു 1.5 മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നമ്മളിത് നട്ടുകൊടുത്തിട്ട്. ഇപ്പോൾ അത് നല്ല ഹൈറ്റിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് ചുടിക്കയറും അതേപോലെ ഇങ്ങനെ കമ്പുകളൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ് ഈ വള്ളികളൊക്കെ ഒന്ന് പടന്ന് കയറാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് പർപ്പിൾ കളറായിട്ടുള്ള പയറാണ്. അതൊക്കെ നല്ല നീളം വയ്ക്കുന്ന പയർ തന്നെയാണ്. അതേപോലെ ഇങ്ങനെ ഗ്രീൻ കളറും കുറ്റിപ്പയറും നാടൻ പയറും അങ്ങനെ ഒരു 3-4 വെറൈറ്റിയൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ എല്ലാത്തിലും ഇങ്ങനെ പൂങ്കായൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ വഴുതന ചെടിയാട്ടോ. ഇത് നമ്മൾ വെച്ചിട്ട് ഏകദേശം 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ ഇതിൽ നിറയെ ഇങ്ങനെ പൂവും കായും അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മളൊരു 3-4 വെറൈറ്റിയൊക്കെ ഇങ്ങനെ ഉണ്ട് ഇതിൽ വഴുതന. നമ്മളിങ്ങനെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഉണ്ട് വഴുതനയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇതിൽ നാടൻ വെറൈറ്റിയൊക്കെയാണ് തോന്നുന്നത്. ഇനി പെട്ടെന്ന് വലുതായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഇപ്രാവശ്യം മഴയൊക്കെ കൂടുതലായിട്ടാണോ എന്നറിയില്ല. നമുക്ക് കുറച്ചെണ്ണമൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ പുഴുക്കേടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ നീമോയിലും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കംപ്ലീറ്റ് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇലയിലൊക്കെ കാണുന്നതിനെയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടും അതേപോലെ ഇങ്ങനെ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. കുറേയൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കൊത്തമര കേട്ടോ, നമ്മൾ സാമ്പാറിലും അവിയലൊക്കെ ഇടുന്നത്. ഇതിൽ താഴത്തെ ഇലയിൽ നിന്ന് മുതൽ നമുക്കിതിൽ പൂവും കായൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ തടം കോരിയിട്ടാട്ടോ അതൊക്കെ ചെയ്തിരിക്കുന്ന, മഴയൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഒരു തക്കാളിൻ്റെ ചെടി 1-2 തക്കാളി ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് വെണ്ട ചെടികളൊക്കെ ആട്ടോ. ഇതിൽ വെണ്ടയാണെങ്കിൽ ഒരു 3-4 വെറൈറ്റിയൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതും 1 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് വിത്തൊക്കെ പാകിയിട്ട് മുളപ്പിച്ചിട്ട് നമ്മൾ തൈ പറിച്ച് നട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൊമ്പൻ വെണ്ടയും താമര വെണ്ട അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് കുക്കുംബർ ആട്ടോ. നമുക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കുന്നുണ്ടാവും. ഒരുപാട് ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പൂക്കളും കായ്കളൊക്കെ ചെറുതായി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെണ്ടയിൽ നോക്കുമ്പോഴും നമുക്കിങ്ങനെ പുഴുവൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൽ പൂവും കായൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ പുഴുക്കളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിതിൽ നീമോയിലൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും പറ്റാണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് കുറ്റിയമ്പരിക്ക കേട്ടോ. അതിൽ നമുക്കിങ്ങനെ പൂങ്കായൊക്കെ ഇങ്ങനെ എല്ലാത്തിലും നമുക്കിങ്ങനെ കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വിത്തൊക്കെ പാകിയത് കംപ്ലീറ്റ് ഹൈബ്രിഡിൻ്റെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂങ്കായൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയാൻ നമ്മൾ കഴിഞ്ഞിട്ട് തവണ വെച്ചത് തന്നെ കേട്ടോ. നമുക്ക് ഒരുപാട് ഇങ്ങനെ അമരപ്പയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് 2 തരത്തിലാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഇത് ധാരാളം മതി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 2 തരത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പടവലം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു 2 തരത്തിലൊക്കെയാണ് ഇങ്ങനെ നട്ടുകൊടുത്തിരിക്കുന്നത്. ഇത് വിത്ത് പാകിയിട്ടുള്ള മുളപ്പിച്ച തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ വള്ളിയൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ പന്തലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ പന്തൽ വെച്ചാൽ നമ്മൾ നൈലോണിൻ്റെയൊക്കെ നെറ്റ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അതേപോലെ കുറച്ച് ഭാഗമൊക്കെ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് വലിയ പന്തലൊക്കെ ആയതുകൊണ്ട് 2 എണ്ണം കയറ്റിയിട്ടുണ്ട്. പാവയ്ക്കയും കയറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ പടവലവും കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മത്തനാട്ടോ. ഇത് മത്തൻ നമ്മൾ താഴെ തന്നെ പടുത്ത് വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് കനമൊക്കെ ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ നമ്മൾ പന്തലിലേക്കൊന്നും കയറ്റാണ്ട് താഴെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് പാവയ്ക്ക വള്ളിയാട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് പടർന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളൊരു 2-3 തരത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ പുഴു ഒരുപാട് വരലുണ്ട്. അത് നമ്മളിങ്ങനെ ഇലയോടെ ഇങ്ങനെ പറിച്ചു മാറ്റിയാണ് ചെയ്യണത്. ഇത് ബീൻസ് ആട്ടോ. പക്ഷെ നമുക്ക് ഒരുപാട് ഇങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ചെടിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ചോളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പൊക്കെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് കുമ്പളം കേട്ടോ. ഇത് എന്താ പറയുക, നമ്മൾ താഴെ തന്നെയാണ് ഇങ്ങനെ പടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ഓറഞ്ചും അതേപോലെ പേരയ്ക്കയും ആ ചെടിൻ്റെയൊക്കെ താഴെയായിട്ട് ഇങ്ങനെ പടുത്തിയിരിക്കുകയാണ്. ഇതൊന്നും അത്രയ്ക്ക് ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഏകദേശമൊക്കെ 1 മാസമൊക്കെ ആയിട്ടുള്ളൂ ഇത് വെച്ച് കൊടുത്തിട്ട്. പൂക്കളൊക്കെ ഇപ്പോൾ നിറയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന വെണ്ടച്ചെടി നമ്മൾ കുറച്ച് മുമ്പൊക്കെ വെച്ച ചെടിയാട്ടോ. ഇതിന് നമ്മളിപ്പോൾ വെണ്ടയ്ക്ക് ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീൻ കളർ വെണ്ട. ഇത് നമ്മുടെ ചൊരിക്കയാട്ടോ. ഇത് നമ്മൾ 1 മാസം മുമ്പൊക്കെ വിത്ത് പാകി കൊടുത്തതാണ്. ഇപ്പോൾ വെള്ളയൊക്കെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു വലിപ്പത്തേക്ക് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പന്തലിലൊന്നും അങ്ങനെ കയറിയിട്ടില്ല. അതിൻ്റെ ബാക്കിൽ കാണുന്നത് പീച്ചലാട്ടോ. അത് നമുക്കിങ്ങനെ പന്തലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മുളകാട്ടോ, പച്ചമുളക്. ഇതും എന്താ പറയുക, നമുക്കിങ്ങനെ
ഒരുപാട് ഇങ്ങനെ കുരുടിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മുടെ പാവലവള്ളി കേട്ടോ. ഇത് നമ്മളൊരു 2-3 തടത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ പൂവും കായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ കായ്കളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ പന്തലിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചേനയും ചേമ്പും അങ്ങനത്തെ ഉള്ളതൊക്കെ ആയിട്ട് നട്ടിരിക്കണം. നമ്മളിപ്പോൾ അത് നട്ടിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഈ ഒരു വശത്ത് നമ്മൾ കൂർക്കി നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ, മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇഞ്ചി, മഞ്ഞൾ അതൊക്കെ കുറച്ച് അപ്പുറത്തെ വശത്തൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.